ഹായ് അസ്സലാമലൈക്കും. എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു, അൽഹംദുലില്ലാഹ്. ഇന്നലെ എൻ്റെ ബാപ്പ പണ്ട് ഒരു കറി വെച്ച ബാപ്പാൻ്റെ റെസിപ്പി ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നിട്ട് ഞാൻ വിചാരിച്ചു. ഞാൻ ഇന്നലെ ഉണ്ടാക്കി, നല്ല ടേസ്റ്റ്, എല്ലാത്തിനും സൂപ്പർ. ചപ്പാത്തിക്കും ദോശക്കും ചോറിനും എല്ലാത്തിനും ഒന്ന് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി. ഞാൻ അതിൻ്റെ റെസിപ്പി പറഞ്ഞുതരാം. ഒരു ചട്ടി ചൂടാകുമ്പോൾക്ക് തേങ്ങ എണ്ണ കുറച്ച് ഒഴിച്ചിട്ട് ഉള്ളി ഇട്ട്, പിന്നെ ഉള്ളി കുറച്ച് ഫ്രൈ ആകുമ്പോൾ തക്കാളി ഇട്ട്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട്, പിന്നെ പച്ചമുളക് പേസ്റ്റാക്കിയിട്ടും ഞാൻ ഇട്ടിന്, കുറച്ചോ പേസ്റ്റാക്കിയിട്ടും ഇട്ടിന്, ചതച്ചിട്ടും ഇട്ടിന്. അത് പേസ്റ്റാക്കുമ്പോൾക്ക് കുറച്ച് മുളക് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പച്ചമുളക് ബേക്ക് പിടിപ്പിച്ചിട്ട് ചതച്ചിട്ടിട്ടു. നിങ്ങൾ പേസ്റ്റാക്കിയിട്ട് ഇട്ടാൽ മതി. പിന്നെ ഇട്ടീനെ എന്താക്കി, ഇട്ടിയുണ്ട് ഇതിൽക്ക് ഇടേണ്ട ബട്ടട്ട, ഇട്ടി, പിന്നെ പൊട്ടാണി. നല്ലതാണ് മക്കളെ, എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കി. അങ്ങനെ ഇട്ടിയെല്ലാം ക്ലീനാക്കി കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് വരട്ടി റെസ്റ്റ് വെക്കാം. പിന്നെ നമ്മൾ ഉള്ളി ഫ്രൈ ആക്കിയില്ലേ, അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇടണം, കുറച്ച് ഗരം മസാല ഇടണം. പിന്നെ ഞാൻ പേസ്റ്റെല്ലാം ഇട്ട് പേസ്റ്റ് ഇടും. ഇത് ഫുള്ളായി സ്റ്റോറേജ് ഫുള്ളായിട്ട് കാട്ടിക്കാൻ കഴിഞ്ഞിട്ടാവും പച്ചമുളക് പേസ്റ്റ് ഇടുമ്പോൾക്ക്. പിന്നെ അതെല്ലാം അതിൻ്റെ കുത്തളെല്ലാം പോയാൽ പിന്നെ പച്ചമുളകിൻ്റെ ഇഞ്ചിൻ്റെയും വെള്ളുള്ളിൻ്റെ എല്ലാം കുത്തള് പോയാൽ പിന്നെ ഈ പൊടിയെല്ലാം ഇട്ട് പിന്നെ ബട്ടട്ട ഇടാം. ഇട്ടിട്ട് കുറച്ച് പരട്ടിയിട്ട് പിന്നെ പൊട്ടാണി വേവിച്ച് വെച്ചിട്ടുണ്ടായി അതും ഇട്ട്. ഇത് പൊട്ടാണിയും ബട്ടട്ടയും നല്ല വെന്ത്, പിന്നെ പൊട്ടാണി പാതി വേവിച്ചിന്, പിന്നെ ഇതിൻ്റെ അകത്ത് ബട്ടട്ടേൻ്റെ അകത്ത് കുറച്ച് വെന്ത്, പിന്നെ ഇട്ടി നമ്മൾ ഫ്രൈ ആക്കിയത് ഇടാം. ഇട്ടി ഫ്രൈ ആക്കുന്ന ഇട്ടിൻ്റെ ഒരു മണം ഉണ്ടല്ലേ, അത് പോകാൻ വേണ്ടി. പിന്നെ ഇതെല്ലാം ഒന്നിച്ച് യോജിച്ചിട്ട് മൂടിയിട്ട് വെക്കുക കുറച്ച്. അപ്പോൾ എല്ലാം മിക്സായി നല്ല ഒരു വലിക്കുന്നല്ലേ. പിന്നെ അതായ പിന്നെ ഒരു തേങ്ങ എടുത്തിട്ട് ചരിച്ചിട്ട് മിക്സിക്കിട്ട് നല്ല അരച്ചിട്ട് നല്ല പാലെടുത്തിട്ട് വീത്താം. അരച്ചിട്ടല്ല, പാലെടുത്തിട്ട് വീത്തണം, അപ്പോൾ ടേസ്റ്റാണ്. കോക്കനട്ട് പൗഡർ ഉണ്ടെങ്കിൽ അത് ഇട്ടെങ്കിൽ ആവും. ഞാൻ പാലെടുത്തിട്ട് വീത്തിയ എല്ലാത്തിനും, ഇടിയപ്പത്തിന്, ഇഡ്ലിക്ക്, ദോശക്ക്, എല്ലാത്തിനും, ഒട്ടുപാളക്കും ചപ്പാത്തിക്കും ചോറിനും എല്ലാത്തിനും നല്ല ഒരു കറി തന്നെ. അതെല്ലാം പിന്നെ കുറച്ച് ഗരം മസാല പൗഡർ ഇട്ട് മല്ലിച്ചപ്പ് ഇട്ട് കറീൻ്റെ പണിയായി. പിന്നെ മത്തി കിട്ടിയിട്ടുണ്ടായി. മത്തിനെല്ലാം ക്ലീനാക്കി അതിനെ കുറച്ച് മുറിച്ച് ഇതാക്കി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പുളിവെള്ളം എല്ലാം ഒഴിച്ചിട്ട് നല്ല ഒരു പരട്ടിയിട്ട് അരമണിക്കൂർ വെച്ച പിന്നെ ഒരു ചട്ടി ചൂടാകുമ്പോഴേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ആക്കി. അത് ഫ്രൈ ആക്കിയ പിന്നെ അതേ ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട്, അതിൽ എണ്ണ ഉണ്ടായി, കുറച്ച് എണ്ണ ഉണ്ടായി. പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വെളുത്തുള്ളി ഇട്ട് കറിച്ചപ്പും ഇട്ടിട്ട് അത് നല്ല ഫ്രൈ ആയ പിന്നെ ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് പുളിവെള്ളം എല്ലാം ഇട്ട് മിക്സാക്കിയിട്ട് കുറച്ച് ആക്കിയിട്ട് വെച്ചിരുന്നേ, അതിനെ ഒഴിച്ച് ഇതിൻ്റെ നല്ല കുത്തളെല്ലാം മാറിയ പിന്നെ നമ്മൾ ഫ്രൈ ആക്കിയ മീനിടാം. ഇത് ഇലെണ്ണയൊക്കെ ഇടുന്നിട്ട് നല്ല ഫ്രൈ ആണ്, അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. വറ്റണം എല്ലാം.
അങ്ങനെ കറിയെല്ലാം റെഡിയായി, ഫ്രൈയും റെഡിയായി. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ പട്ടാണിയും ഇട്ടിയും ബട്ടട്ട ഇട്ട കറിയും റെഡിയായി. അങ്ങനെ നമ്മൾ ചോറ് വയ്ക്കാൻ ഒരുങ്ങുന്നത്, അങ്ങനെ ഞാൻ വിളമ്പുന്നത്. അങ്ങനെ ഐശ്വര്യന് വെറുതെ ഇരിക്കുന്ന മാത്രം, ചോറൊന്നും കഴിക്കില്ല. മാങ്ങ ഉണ്ടാഞ്ഞി, മത്തി ഫ്രൈ ഉണ്ടാഞ്ഞി, നമ്മളെ ഇത് കറി ഉണ്ടാഞ്ഞി, പിന്നെ പപ്പടം ഉണ്ടാഞ്ഞി, പിന്നെ ഞാൻ ഉണ്ടാക്കിയ നല്ല വെളുത്തുള്ളി അച്ചാറും ഉണ്ടാഞ്ഞി. അതും നല്ല ടേസ്റ്റാണ് വെളുത്തുള്ളി അച്ചാർ. നല്ല ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുന്നതല്ല, പിന്നെ ഞാൻ സ്വന്തം ഉണ്ടാക്കിയ തയറും ഉണ്ടാഞ്ഞി. എല്ലാം കൂടിയിട്ട് നല്ല ഒരു വെച്ച്. ഇത് പാത്തിമാക്കൊള്ളുന്നത്. ഞാൻ ഈ അരിൻ്റെ ചോറ് വയ്ക്കുന്ന കുറവ്. പിന്നെ മാങ്ങ കുറച്ച് ഉപ്പു പൊടിയും പിന്നെ മുളക് പൊടിയും ഇട്ടിട്ടുണ്ട്. അങ്ങനെ പപ്പടവും ഈ കറിയും മത്തി ഫ്രൈയും എല്ലാം കൂട്ടിയിട്ട് വെച്ച് നല്ല അൽഹംദുലില്ലാ. ഇതെൻ്റെ ചോറ്. ഇന്ന് കുബുറയില്ല, കുബുറാനെ വെളിച്ച് വരുന്നില്ല. അതിൽ നല്ല വെളുത്തുള്ളി അച്ചാർ. പപ്പടം മാത്രം നന്നായിച്ചു, ചോറ് വയ്ക്കാനില്ല. ഇതൊരു വെളുത്തുള്ളി അച്ചാറിടാൻ എന്ത് വേണ്ട, അത്രക്കും ടേസ്റ്റ്. ഞാൻ സെയിലാക്കുന്ന അച്ചാറത്. എല്ലാവരും അത് ഇട്ടെങ്കിൽ എല്ലാവരും കൊണ്ടുപോയിട്ട് എത്ര പേര് തീർക്കുന്നതായിട്ടില്ല. അപ്പനെ ഇട്ടപ്പോഴേ തീരുന്നു. ഇത് ഇട്ടി എനിക്ക് കാണിക്കുന്നത് ഇട്ടിൻ്റെ. ഇത് തന്നെ നമ്മൾ സ്വന്തം ഉണ്ടാക്കിയ തയർ. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ കടയിൽ നിന്നാണ് ടേസ്റ്റേ ആയിരിക്കുന്നില്ല. ഇത് നല്ല ടേസ്റ്റ് ഇത് ഞാൻ ആക്കിയ. പിന്നെ ഒരു സൂപ്പ്ലൈ ആക്കി, മാംഗോ സൂപ്പ്ലൈ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ അതെല്ലാം കഴിച്ചിട്ട് സൂപ്പ്ലൈയും ചോറെല്ലാം കഴിച്ച പിന്നെ നമ്മൾ കുമ്പളക്ക് ഡോക്ടറെ അടുത്ത് പോകണ്ടായിന് ജില്ലക്ക്. അങ്ങനെ ഇവിടുന്ന് റിക്ഷയിൽ പോയി, അവിടുന്ന് ഇവിടുന്ന് ബസ്സിൽ പോയി. ഇപ്പം മക്കളെല്ലാം ഇല്ലാതെ ബുദ്ധിമുട്ടാണ്, കാറിൽ പോകാനേ പറ്റുന്നില്ല. ഞാൻ എത്രയും ആളുണ്ട്, എത്ര ലൈനുണ്ടായി കാത്ത് അങ്ങനെ ഡോക്ടറെ കിട്ടി. പിന്നെ ഇത് തിരിച്ചിട്ട് വരുമ്പോഴേക്ക് 7 മണി തന്നെ ആയിന്. മോന്തിക്ക് 3 മണിക്ക് പോരെന്ന് കഴിഞ്ഞു, 7 മണി ആയിന്. അവിടുന്ന് കീയുമ്പോഴേക്ക് കുബ്രയും ഉണ്ടാഞ്ഞ് നമ്മളും കൂടെ അവക്കും ഡോക്ടർ കാണിക്കാനുണ്ടാഞ്ഞ്. അവ കാണിക്കുന്നില്ല, ഞാനവളെ നിർബന്ധിച്ചിട്ട് കൊണ്ടുപോയാ പോയി കാണിക്കാം. ഡോക്ടറോട് പോന്നേയില്ല. അങ്ങനെ ഞാനത് പോയി അങ്ങനെ വരുമ്പോഴേക്ക് ഞാൻ കുറേ എന്തെല്ലാം കൊണ്ട് ബോട്ടി അത് ഇതെല്ലാം. പിന്നെ ഒരു ചക്കയും കിട്ടി പൗത്ത, അതിനത് കുബുറ മുറിക്കുന്നത്. നല്ല ചക്ക, സൂപ്പർ, എന്ത് ടേസ്റ്റ് മക്കളെ. പിന്നെ ജാവ് വന്നിട്ട് നല്ല വെള്ളപ്പാക്കി. കുബുറ കുറേ നാളല്ല വെള്ളപ്പാക്കണം. അങ്ങനെ വെള്ളപ്പാക്കി നമ്മളെ ഉച്ചക്കത്തെ കറിയുണേ നല്ല കുബുറയിൽ നല്ല ഉണ്ട്. ഓക്കെ, ബാ.